പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മളുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണല്ലോ കടക്കെണി ജപ്തി ഓർഡർ. സ്നേഹമുള്ളവരൊന്ന് ഞായറാഴ്ച സാബത്ത് ആചരിക്കേണ്ട ദിവസം ആണ്. ഞാൻ അതിലേക്ക് വരാം. ഈ കടക്കെണി സ്നേഹമുള്ളവർ, ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു നീതിമാനായ മനുഷ്യൻ്റെ നീതിമാനായ ഒരു സാറിൻ്റെ മകളാണ്. നീതിമാനായ സാറിൻ്റെ മകള്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ അവരുടെ മകളും നല്ല ഒരു നീതി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്. പക്ഷേ അവരുടെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ധൂർത്തടിയാണ്. അവരുടെ ജാമ്യത്തിൽ വാഹനങ്ങൾ എടുക്കുക, മൊത്തം പ്രശ്നമാവും. CC മൊത്തം കൊള്ളാം. 2 പെൺപിള്ളേരാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നെങ്കിലും വലിപ്പത്തിലും ഉണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഒരു ധ്യാനത്തിന് വന്നു. കുറേ കഴിഞ്ഞപ്പോൾ 2ാമത്തെ ധ്യാനത്തിന് വന്നു. അങ്ങനെ 2ാമത്തെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞ സമയത്ത് കൗൺസിലറിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടത, ഈ കടഭാരം വരാൻ ഏക കാരണമാണ് നിങ്ങൾ ദശാംശം നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ കാരണം. അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ എന്തായാലും ഇവിടെ നിങ്ങൾ ധ്യാനേന്ദ്രത്തിന് സ്ഥലമൊക്കെ മേടിക്കാൻ പോവല്ലേ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു ഒരു 5000 രൂപ ഞാൻ അയച്ചു തരും. അങ്ങനെ പറഞ്ഞു. പാവമാണ്, നല്ല ഈശോയുടെ മക്കളാണ്. അവരുടെ ഇപ്പോഴത്തെ വീടും ജപ്തി ചെയ്യാൻ പോകുന്ന വീടും കണ്ടിട്ടുണ്ട്. വെറുതെ ഒന്ന് വാർക്ക ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 പെൺപിള്ളേരുള്ള വീടാണ്. ഒരടിച്ചറപ്പുമില്ല. ചെങ്കല്ലൊക്കെ പൂപ്പലായി പിടിച്ചിരിക്കുകയാണ്. ഒന്നും തേച്ചിട്ടില്ല. എൻ്റെ ദൈവമേ, കഷ്ടത അനുഭവിക്കുന്ന മക്കൾ. അപ്പോൾ അവരുടെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ? പാവം ടീച്ചർ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അങ്ങനെ ആ സഹോദരി അങ്ങനെ പറഞ്ഞെങ്കിലും, പക്ഷെ മൊബൈൽ ഫോൺ അവിടെ കൊടുത്തേക്കായിരുന്നു. അത് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ മെസ്സേജ് കിട്ടി, ജപ്തി ഓർഡറാണെന്ന്. ഈ കടക്കണിയിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ കൗൺസിലർ പറയുന്നു, നിങ്ങളുടെ ഈ കടബാധ്യത തകർച്ച വരാൻ കാരണം നിങ്ങൾ ദശാംശം കൊടുക്കാഞ്ഞിട്ടാണ്. അതിന് ദശാംശം കൊടുക്കാമെന്ന് സഹോദരി പറയുന്നു. ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജപ്തി ഓർഡർ. പക്ഷേ ആ സഹോദരി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞൊരിതുണ്ട്, ഒരു പക്ഷേ ഇത് ഈ പറഞ്ഞപ്പോഴായിരിക്കാം ദൈവം അത്ഭുതം നടത്തിയേക്കണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദർ, എൻ്റെ 2 പെൺകുട്ടികളെ കൊണ്ട് കടത്തെണ്ണയിൽ കിടക്കേണ്ടി വന്നാലോ, എൻ്റെ ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കർത്താവേ, കിടക്കേണ്ടി വന്നാലോ ഞാൻ 5000 രൂപ ഇവിടേക്ക് അയക്കും. എനിക്കറിയില്ല മക്കളെ, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അവിടെ ചെന്ന് ബാങ്ക് മാനേജറടക്കം ചെന്നു, സാറേ ഏതാണ് അതിൻ്റെ പ്രൊസീജിയർ, കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒരു കാര്യം, ആദ്യം ഒരു 18000 രൂപ തന്നി ഫ്ലെക്സ് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി, ജപ്തിയാന്ന് ഫ്ലെക്സ് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്ന് 12000 രൂപ കൊടുത്തേ. തരാ സാറേ, ഞാനൊന്ന് SBയിലെ വല്ല ബാലൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ 2.25 ലക്ഷം രൂപയേ ഉള്ളൂ അവരുടെ ജപ്തി ഓർഡറിൻ്റെ പൈസ കൊടുക്കാനുള്ളത്. വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് ചെന്ന് അക്കൗണ്ട് നോക്കിയപ്പോൾ അത്ഭുത പ്രവർത്തനായ ദൈവം, അതായത് ബഥേലിലേക്കല്ലേ ധ്യാനത്തിന് വന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ വീട്ടിലേക്കല്ലേ വന്നിരിക്കുന്നത്, ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന മക്കളെ, ഞങ്ങളുടെ ഈ ധ്യാനത്തിൽ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ, 8 കോടി രൂപ കടം, 3.5 കോടി രൂപ കടം, 2.5 കോടി രൂപ കടം, ബാക്കി ചെറുതൊന്നും ഞാൻ പറയാറില്ല. അനേകായിരങ്ങൾക്ക് മാറ്റം വരാറുണ്ട്. ഇതെല്ലാം ധ്യാനത്തിലൂടെ മാറാറുണ്ട്. ഹല്ലേലൂയ. കടഭാരങ്ങളുണ്ടോ? വിഷമിക്കേണ്ട, കുടുംബടക്കം ധ്യാനത്തിന് വാ. നിന്റെ മേൽ അത്ഭുതം ദൈവം നടത്തുവാൻ ദൈവം ആക്രാന്തി പിടിച്ചിരിക്കുകയാണ്. യു കം ബാക്ക്,
ആൻഡ് സിറ്റ് വിത്ത് മീ. നീ വാ, എന്നോട് കൂടി ഇരിക്കേ, ഞാൻ നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ ചൊരിയാം എന്ന ദൈവം പറയുന്നത്. ഓക്കെ, അങ്ങനെ സേവിങ് അക്കൗണ്ട് നോക്കിയപ്പോൾ ഇതാ കാണുന്നത് 5 ലക്ഷം രൂപ വന്ന് കിടക്കുന്ന അക്കൗണ്ടിൽ. ആരയച്ചു? നോബഡി ഈസ് ദേർ, നോ. പക്ഷേ ദൈവമാണ്, ഗോഡാണ് അത് ചെയ്തത്. ദൈവമാണ് അത്ഭുതം നടത്തിയത്. അതങ്ങനെ പലതും വരാറുണ്ട്. 10,000 രൂപ വരാറുണ്ട്, അതിൽ വലുത് വരാറുണ്ട്, ചെറുത് വരാറുണ്ട്. ഇവരങ്ങനെ വെയിറ്റ് ചെയ്തു, 6 മാസത്തോളം വെയിറ്റ് ചെയ്തു. ഇപ്പം അവർ വരാറില്ല. അവരെവിടുത്തുകാരാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് ഇപ്പം ഒന്നും അറിയില്ല കേട്ടോ. 5 ലക്ഷം രൂപ വന്നു. അത് അപ്പം ഉണ്ട്, കൊച്ചു പറഞ്ഞു 5,000 രൂപയിൽ കൊടുക്കാന്ന് പറഞ്ഞു. ഒരു പൂജ്യം കൂടി ചേർത്ത് സ്ഥലം മേടിക്കാൻ പൈസ കൊടുക്കണം, ഒരു പൂജ്യം കൂടി ചേർത്ത്. അപ്പം 50,000 രൂപ. ഹല്ലേലൂയ. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരി അത് നൽകുകയുണ്ടായി. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ കേൾക്കാറുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുക, അതല്ല ഇതാണ് വഴി എന്ന് ദൈവം നമ്മളോട് പറയാറില്ലേ? യേശയ്യാ 30:20. നിന്റെ തകർച്ച എന്തായിരുന്നാലും, നിന്റെ പ്രതിസന്ധികൾ എന്തായാലും, നീ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു മകളോ മകനോ ആണെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ഭവനമാണെങ്കിൽ, ദൈവത്തെ വിളിക്കുന്ന ഭവനമാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മോനാണോ മോളാണോ എങ്കിൽ ഏതാപത്ത് സമയത്തും ആപത്തിൽ ചെന്ന് പെടാതെ അവൻ്റെ ഒരു കൈ സഹായം നിനക്ക് കിട്ടും. ആമേൻ, ആമേൻ. ക്രിസ്ത്യാനികളാണെന്ന് ഞാനും നിങ്ങൾ പേര് വെച്ചിട്ട് കാര്യമില്ല മക്കളെ. ഈശോയിലേക്ക് തിരിയുക, ബൈബിൾ പഠിക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ ഉറക്കര വായിക്കുക, സ്വരം കേൾക്കട്ടെ. കുടുംബത്തിലുള്ള അന്ധകാരം അതുവഴി മാറിപ്പോകട്ടെ. ജപമാല ചെല്ലട്ടെ. നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ കഴിവുള്ളവളായ അവളുടെ ജപമാല, അത് വചനം തന്നെയാണ്. വാ, ഈ ഞായറാഴ്ച വണ്ടേ ധ്യാനമുണ്ട്. ഇതാ ഈ ഞായറാഴ്ച ഇന്ന് കേൾക്കുന്ന മക്കളെ രാവിലെ ഇങ്ങ് പോരെ, ഒരു ദിവസത്തെ ധ്യാനം. നിങ്ങൾ വാ, ജൂലൈ 3 താമസിച്ചുള്ള ധ്യാനത്തിന് വാ. നിന്റെ കടഭാരങ്ങളൊക്കെ കർത്താവ്. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് പറയട്ടെ, ഈശോയ്ക്ക് എന്നിലൂടെ ഒന്ന് പറയാനുണ്ട്. നിങ്ങൾ കുടുംബമടക്കം വരാവോ? നല്ല ആർത്തിയോടെ വരാവോ? നല്ല മനസ്സോടെ വരാവോ? നീ പഠിക്കുന്ന മക്കളാണോ? തൊഴിലില്ലാത്ത അവസ്ഥയാണോ? കടബാധയാണ്? എന്തിനും എവരിത്തിങ് യെസ് there is no and everything yes. അതാണ് ദൈവത്തിൻ്റെ പക്ഷത്തുനിന്ന്. ഒന്ന് വരാമോ? ഒന്ന് ജൂലൈ 3 തിരുരക്ത അഭിഷേക ആന്തരിക സൗഖ്യ ധ്യാനത്തിനൊന്ന് അറ്റൻഡ് ചെയ്യാവോ? അവിടെ നിന്ന് തുടങ്ങി നിനക്ക് റിസൾട്ട് കിട്ടും. അവിടെ നിന്ന് തുടങ്ങി നിനക്കൊരു ടേണിംഗ് പോയിന്റ് കിട്ടും. അവിടെ നിന്ന് ദൈവം നിന്നെ സമർപ്പിക്കും. അത് ഒരാളെ വീട്ടിൽ വെച്ചിട്ട് ബാക്കിയുള്ളവർ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ വന്നിട്ട് അടുത്ത മാസം അവരുകൂടി വരിക. ബാക്കി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സ്വരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണേ കർത്താവ്. കടഭാരങ്ങളുള്ള മക്കളെ കടബാധ്യം മാറട്ടെ കർത്താവിൻ്റെ നാമത്തിൽ. ജൂലൈ 3 താമസമുള്ള ധ്യാനത്തിനും രാവിലെ 9:30 മണിക്ക് അവർ വരട്ടെ. അതോടൊപ്പം തന്നെ അടുത്ത ഇന്ന് ഞായറാഴ്ച, ഇന്ന് വൺഡേ ധ്യാനത്തിനും ദൈവമക്കൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ പേശുന്നയാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.